ഗോകുലി കഴിഞ്ഞ ദിവസമേ മണലൂർ TN പ്രതാപൻ അവിടെ മത്സരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പോസ്റ്റർ പ്രചരണം, അതും വലിയ രീതിയിൽ ഇപ്പൊ എന്താണ് ലീഡറിനെ ചതിച്ച യൂദാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള അങ്ങനെ കുറെ പോസ്റ്ററുകൾ വന്നിരുന്നു. എന്നാൽ ഈ പോസ്റ്റർ പൊട്ടിച്ച സംഭവത്തിൽ തൃശ്ശൂരിൽ 3 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. പാലക്കാട് ഒറ്റപ്പാലത്തുള്ള പരസ്യ ഏജൻസിയിലെ ജീവനക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ശ്രീകുമാറുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആ യൂദാസ് പ്രയോഗിച്ചുള്ള പോസ്റ്റർ, അതിനെതിരെ പരാതി, കേസെടുത്തു. ഇപ്പോൾ ഒട്ടിച്ചവരെ പിടികൂടുകയും ചെയ്തു. പിടികൂടുമ്പോൾ അത് പ്രവർത്തകരുടെ ആരുടെയെങ്കിലും വികാരത്തിനപ്പുറത്തേക്ക് ഒരു പരസ്യ കമ്പനിയുടെ ഒക്കെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഒരു കൊട്ടേഷൻ ആയിരുന്നു ആ പോസ്റ്റർ. മധുക്കര സ്വദേശി സന്താമൂർത്തി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. TN പ്രതാപനെതിരെ നഗരത്തിന്റെ, അതായത് പ്രസ് ക്ലബ് റോഡ്, അതുപോലെ തന്നെ കരുണാകരന്റെ വീടായ മുരളി മന്ദിരം, ഈ മേഖലകളിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. കരുണാകരൻ യൂദാസ് ആണ്, ക്ഷമിക്കണം, TN പ്രതാപൻ യൂദാസ് ആണ്. കരുണാകരന്റെ കുടുംബത്തോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്നൊക്കെ ചോദിച്ചായിരുന്നു ഈ പോസ്റ്റർ പ്രചരണം ഉണ്ടായിരുന്നത്. TN പ്രതാപനെ മണലൂരിൽ ഒറ്റപ്പെടുത്തുക എന്ന തരത്തിലൊക്കെ അതിൽ മുദ്രാവാക്യങ്ങളായി എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പാലക്കാട് ഒറ്റപ്പാലത്തുള്ള PT ആർട്സ് എന്ന പരസ്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് അറസ്റ്റിലായവർ എന്നാണ് പോലീസ് നൽകുന്നത്. ഇവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അതിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ നൽകുന്നില്ല. എന്തായാലും ഈ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആരോ ഒരാൾ പോസ്റ്റർ കൊണ്ടുവന്ന് തന്നു, കുറച്ച് പണവും തന്നു, അങ്ങനെ തങ്ങൾ ഒട്ടിച്ചു എന്നൊക്കെയാണ് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ അത് വിശ്വാസയോഗ്യമല്ല. ഇവരുടെ ഫോൺ കോൾ ഹിസ്റ്ററി അടക്കം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് വിടാൻ ഒരുക്കമല്ല. എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പുകളൊക്കെ മൂലമാണോ എന്ന് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരാണോ, BJP-കാരാണോ, CPM-കാരാണോ എന്നും അത്തരത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ TN പ്രതാപനെതിരായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. കത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ അത് കോൺഗ്രസുകാർ തന്നെ ആയിരിക്കും എന്നൊരു അടക്കം പറച്ചിൽ പൊതുവിൽ എല്ലാ മേഖലകളിലും പരക്കുന്നുണ്ട്. എന്തായാലും 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയ ബന്ധം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു തമിഴ്നാട് സ്വദേശിയുമുണ്ട് എന്നതാണ് ഏറ്റവും ആ പരസ്യ ജീവനക്കാരുടെ വായിൽ നിന്ന് വീഴട്ടെ. ആരാണ് ആ പണം നിന്ന് പോസ്റ്റർ തന്ന ചേട്ടന്മാരെന്നത് അവര് തന്നെ പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.